Hi, hello, this is Rashmi here. Welcome back to our YouTube channel. അപ്പോൾ ഇന്ന് അതായത് 31/3/2025 ലൈക്ക് ഇറ്റ്സ് ബിൻ ഓൾമോസ്റ്റ് 9 months നൗ ഞാൻ വീട്ടിൽ പോയിട്ടേ ഇല്ല. സോ ടുഡേ ഐ വാസ് ഐ വാസ് പ്ലാനിങ് ഫോർ എ സർപ്രൈസ്. അത് നടക്കോ എന്നൊന്നും എനിക്കറിയില്ല. ബിക്കോസ് ലൈക്ക് ഇപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞത് വിഷുവിന് വരാം എന്നൊക്കെയാണ് പറഞ്ഞത്. ലൈക്ക് ഞാൻ അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം സർപ്രൈസ് കൊടുത്തപ്പോൾ ഫ്ലോപ്പായി ഗൈസ്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ഫ്ലോപ്പ് ആവരുതെന്നുള്ളതുകൊണ്ട് ഞാൻ വരും എന്നുള്ള സൂചന കൊടുത്തു. പക്ഷേ ഡേറ്റ് ഞാൻ പറഞ്ഞേക്കുന്നത് വിഷുവിന് വരും എന്നാണ് പറഞ്ഞത്. സോ അങ്ങനെ ആഫ്റ്റർ ലോങ് ടൈം ഓഫ് വെയിറ്റ് ലൈക്ക് എത്ര കഴിഞ്ഞ മാസം പോകാമെന്ന് വിചാരിച്ചു, നടന്നില്ല. അതിന് മുന്നത്തെ മാസം പോകാമെന്ന് വിചാരിച്ചു, നടന്നില്ല. ബിക്കോസ് ഓഫ് കോമ്പറ്റീഷൻ സ്റ്റഫ്സ്, പിന്നെ എൻ്റെ കുറച്ച് ഹെൽത്ത് റീസൺസ് കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. ഇപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പം നമ്മൾ ഇപ്പം എത്രയോ കാലത്തിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ പോകണം. സോ ഞാൻ ഇത്രയും ലൈക്ക് എനിക്ക് എന്താ സംസാരിക്കേണ്ടതെന്ന് പോലും വരുന്നില്ല. ബിക്കോസ് ഞാൻ ഇത്രയും ബ്രേക്ക് എടുത്തിട്ട് വീട്ടിൽ പോകാതെ ഞാൻ ഇതുവരെ ഇരുന്നിട്ടില്ല. ലൈക്ക് വൺ ഓർ ദി അതർ ഞാൻ ഒന്നുമില്ലെങ്കിൽ ഒരു മാസത്തിൽ എന്താണെങ്കിലും പോയിരിക്കും, അല്ലെങ്കിൽ 2 മാസം ആകുമ്പോൾ ഏറിപ്പോയാൽ 3 മാസം, അതിൽ കൂടുതൽ ഞാൻ വീട്ടിൽ പോകാതെ ഇരുന്നിട്ടില്ല. സോ യെസ്, ഐ എം എക്സൈറ്റഡ് ആൻഡ് ഓൾമോസ്റ്റ് ഞാൻ പാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു. 4:40 വണ്ടി വരും. എന്തൊക്കെയോ മറന്നു എന്നൊരു ഫീലുണ്ട്. ബട്ട് സ്റ്റിൽ ഒന്നും മറന്നില്ല എന്ന് വിചാരിച്ചു കൊണ്ട് ഞാൻ അപ്പം ഞാനങ്ങനെ ഞാനും അഹല്യയും കൂടെയാണ് പോകുന്നത്. അപ്പം ഞാനും അവളും കൂടെ ആയിരിക്കും പോകുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഓൾറെഡി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പാക്ക് ചെയ്തെല്ലാം. സോ വണ്ടി വന്നാൽ ഓക്കെ. സോ നമ്മൾ ഡ്രൈവറിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഡ്രൈവർ വന്നിട്ട് താഴത്തേക്ക് എൻ്റെ ഈ 2 ഭാണ്ഡക്കെട്ടുകൾ കൊണ്ടുപോകണം ഗൈസ്. ഇത് ഞാൻ എങ്ങനെ എടുത്തുകൊണ്ട് പോകും? എല്ലാ സാധനങ്ങളും ഇതിലാണ്. ഇതാണ് എൻ്റെ 2 സ്യൂട്ട് കേസുകൾ. ഈ ട്രോളി 2 ഞാൻ താഴെ കൊണ്ടുപോകുമ്പോഴത്തേനും ഞാനല്ലാതായി പോകും. അതാണ് ഗൈസ് എൻ്റെ പ്രശ്നം. ബട്ട് സംഭവം ഞാൻ ഉരുട്ടിയിട്ടാണെങ്കിലും ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പം നമുക്ക് എൻ്റെ ഊബർ ഡ്രൈവർ വരുന്നെന്ന് മെസ്സേജ് വന്നപ്പോൾ നോട്ടിഫിക്കേഷൻ. സോ വി ആർ ഓൾ റെഡി. ഞാൻ തല ഒന്ന് ഒതുക്കി കെട്ടിക്കഴിഞ്ഞാൽ ഐ എം റെഡി. സോ ഗൈസ്, ഊബർ ഡ്രൈവർ വന്നിട്ടുണ്ട്, നമുക്ക് ഇറങ്ങാം. അങ്ങനെ നമ്മൾ താഴത്തോട്ട് ഇറങ്ങി. ഡ്രൈവർ അങ്കിൾ എൻ്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. ഭയങ്കര നല്ല മനുഷ്യനായിരുന്നു കേട്ടോ. ലൈക്ക് അങ്ങനെ ആരും ചെയ്തു തരത്തില്ല, പക്ഷേ അങ്ങനെ ഹെൽപ്പ് ചെയ്തു. അപ്പം നമ്മൾ PG സ്ട്രീറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അഹല്യനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൾ ലഗേജൊക്കെ എടുത്ത് പുറത്ത് വന്ന് നിൽക്കാമെന്ന് പറഞ്ഞു. യെസ് ഗൈസ്, അങ്ങനെ നമ്മുടെ അഹല്യനെയും നമ്മൾ പിക്ക് ചെയ്തുകൊണ്ട് ഇനി നമ്മൾ ഡയറക്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. യുനോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. ലൈക്ക് എന്താണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ നല്ലൊരു ഉറക്കത്തിന് ശേഷം ഡയറക്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അപ്പോഴത്തേനും ഞാൻ എൻ്റെ ലഗേജ് കൂലീനെ തന്നെ ഏൽപ്പിച്ചു. ബിക്കോസ് ഐ കാൺട്ട് എന്താ പറയുക, അത് തൂക്കി നടക്കാനുള്ളൊരു ശേഷിയിലൊന്നും അല്ല ഞാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് അവരെ തന്നെ ഏൽപ്പിച്ചു. അവരാകുമ്പോൾ അവർ പറഞ്ഞു സീറ്റിൻ്റെ അവിടെ തന്നെ കൊണ്ട് വെച്ച് തരാമെന്ന് പറഞ്ഞു. സോ ഞാൻ അതെന്നെ ഓപ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. ഓൾമോസ്റ്റ് എല്ലാവരും വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വേഗം ട്രെയിനിൽ കയറി. പുള്ളിക്കാരൻ എനിക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അവളുടെ ബാഗും ഒക്കെ കയറ്റി വെച്ച് തന്നു. പക്ഷേ ആകെ ഒരു വിഷമം, നമുക്ക് രാവിലെ തന്നെ പൈസ പോകുന്നതിൻ്റെ ആ ഒരു വിഷമം ഉണ്ടല്ലോ, അതാണ്. പകുതി ബോഡിയും എൻ്റെ അഴിച്ച് പണിയേണ്ട ഒരു സാഹചര്യത്തിലാണ് ഞാൻ പോകുന്നത് വീട്ടിലോട്ട്. സോ ഇതെല്ലാം അയാൾ കയറ്റി വെച്ച് തന്നു, പേ ചെയ്തു. 400 രൂപ വെറുതെ പോയി കഴിച്ചു രാവിലെ. ബട്ട് സ്റ്റിൽ എനിക്ക് തൂക്കാൻ വയ്യ, നല്ല വെയിറ്റ് ഉണ്ട്. സോ
അങ്ങനെ കറക്റ്റ് 6:10 നമ്മുടെ ട്രെയിൻ എടുത്തു. കുറച്ചൊന്നും അങ്ങോട്ട് ആയപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ അപ്പുറത്തിരിക്കുന്ന ഒരു ചേട്ടൻ വന്ന് ജനലൊക്കെ തുറന്ന് തന്നായിരുന്നു. അപ്പോൾ നമ്മളിതാണ്ട് ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പുറത്ത് നോക്കിയപ്പോൾ ഒരാൾ പകുതി ഉറക്കത്തിയിരിക്കുന്നു. ഉറക്കം കിട്ടുന്നില്ല ഗൈസ് ഞങ്ങൾക്ക്. ഉറങ്ങിയിട്ട് എത്ര നാളുകളായി. അപ്പോഴാണ് ഞാൻ അവളെ നോക്കി പുഞ്ചിരിച്ചത്. അപ്പോൾ അവൾ എന്നെയും നോക്കി പുഞ്ചിരിച്ചത്. കൊള്ളാം. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനിയൊരു ഉറക്കത്തിൻ്റെ സമയമാണ് എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാണ്ട് ഞാൻ വീണ്ടും ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റ് നോക്കിയപ്പം ഇത്ര ആളുകൾ കയറി. അവൾ അപ്പോഴും മേഴിച്ചിരിക്കുന്നു. പിന്നെ ഞാൻ അവളുടെ അടുത്തോട്ടങ്ങ് മാറി. അപ്പുറത്തെ ആളുകളെല്ലാം ഇറങ്ങിയ ശേഷം അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോഴത്തേനും ഞങ്ങൾ ഈറോഡ് ജംഗ്ഷൻ എത്തി. ഓൾമോസ്റ്റ് ഇതുവരെ എൻ്റെ വീട്ടിൽ നിന്ന് ആരും വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ വീഡിയോ കോൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉറക്കത്തിലാമേ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു വെച്ച്. അപ്പോൾ അവർ പറഞ്ഞു സിനിമയ്ക്ക് പോകുക. അപ്പോൾ ഇറ്റ് ഈസ് എ ബെസ്റ്റ് ടൈം ടു ഗീവ് എ സർപ്രൈസ് ഐ തോട്ട്. അങ്ങനെ ഞങ്ങൾ ഈറോഡ് ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഈറോഡ് യുനോ. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ അപ്പുറത്തെ സീറ്റിലൊരു കൊച്ചുണ്ടായിരുന്നു. ആ കൊച്ചിൻ്റെ കൂടെ കളിച്ച് നമ്മൾ സമയം പോയതറിഞ്ഞില്ല. അതുകൊണ്ട് അത്ര ബോറടി ഉണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ കുട്ടി ആറ്റിറ്റ്യൂഡ് ഇട്ട് പിടിച്ച് നിന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ പോയി. അതിന് ചൂടെടുത്തിട്ടാണോ എന്താണെന്നൊന്നും അറിയില്ല. ആദ്യം ഞങ്ങൾ പറയുന്നൊന്നും മനസ്സിലായില്ല. ആദ്യം ഞങ്ങൾ മലയാളത്തിൽ സംസാരിച്ച് കൺവീൻസ് ചെയ്യാൻ നോക്കി. കുട്ടി വളഞ്ഞില്ല. രണ്ടാമത് ഞങ്ങൾ തമിഴിൽ സംസാരിച്ച് നോക്കി. കുട്ടി വളഞ്ഞില്ല. കന്നഡയിൽ ഒരേ ഒരു വാക്ക് ചോദിച്ചു അഹല്യ. ഓക്കെ, അതോടെ കുട്ടി ഹാപ്പിയായി. പിന്നെ കുട്ടിക്ക് കാറ്റൊക്കെ തട്ടുമ്പോഴത്തേനും മുടി പറക്കുന്നു. അതിൻ്റെ പ്രശ്നത്തിൽ ദേഷ്യം വന്നിരിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റി നമ്മളുടെ കൂടെ കളിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ സമയം പോയത് അറിഞ്ഞില്ല. ഞങ്ങളുടെ അടുത്ത് ഗെയിമൊക്കെ കളിപ്പിച്ച് നമുക്ക് റൈംസൊക്കെ പാടി കേൾപ്പിച്ചെന്നായിരുന്നു. അങ്ങനെ ഞങ്ങളൊന്ന് കണ്ണടച്ച് വന്നപ്പോഴാണ് കുട്ടിക്ക് വെടിവെച്ച് കളിക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ വെടിവെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് ഗൈസ്. നിങ്ങൾ ഈ കാണുന്നത് നോക്കി നിങ്ങൾ എന്തൊരു ചൂടാണ് ഇവിടെ. കണ്ടില്ലേ തിളങ്ങുന്ന മുഖങ്ങളൊക്കെ. അങ്ങനെ അടുത്തൊരു ഉറക്കം കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ പാലക്കാട് ജംഗ്ഷൻ എത്തി ഗൈസ്. അങ്ങനെ അഹല്യയുടെ അങ്കിളുടെ വൈഫൊക്കെ വന്നു നമ്മളെ പിക്കപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുഖം ഞാൻ നേർത്തിട്ടില്ല. ഈ പിച്ചക്കാരെ കോലത്തിൽ പോകുമ്പോഴേ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പുറത്തു. വീട്ടിൽ പോകുമ്പോൾ ഞാൻ ആരും ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഉണ്ടാവണമല്ലോ. അങ്ങനെ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് പോയി നിൽക്കണമല്ലോ എന്നാലോചിച്ച് പേടിച്ചിട്ട് ഞാൻ അച്ഛനെ വിളിച്ച് ചോദിച്ചായിരുന്നു എവിടെയാണെന്നൊക്കെ. അപ്പോൾ അച്ഛൻ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അങ്കിൾ കാർ എടുക്കാൻ പോയി. അങ്കിൾ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കാറിൽ കയറി എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ലഗേജൊക്കെ വെച്ച് നമ്മൾ ഇരിക്കുകയാണ് ഗൈസ്. എനിക്ക് എത്രയും പെട്ടെന്ന് വീടെത്തിയൊന്ന് കുളിക്കണം എന്നെനിക്ക് തോന്നി. അത്ര ചൂട്. പാലക്കാട് പണ്ടൊന്നും ഇത്ര ചൂടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരുപാട് ചൂടായി. അതിന് ബാംഗ്ലൂർ ക്ലൈമറ്റ് ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള ആ ഒരു ഫീലാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഗൈസ് വല്ലാത്ത ചൂട്. പുഴുങ്ങി നമ്മൾ മുട്ട പുഴുങ്ങിയെടുക്കില്ല, പുഴുങ്ങിയെടുക്കാന്ന് പറയില്ലേ, അതുപോലെ പുഴുങ്ങിപ്പോയി. അയ്യോ എനിക്ക്. പക്ഷേ നമ്മുടെ സ്വന്തം നാടെത്തുമ്പോൾ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ, ആ ഒരു ഫീൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലായിരുന്നു. അങ്ങനെ എൻ്റെ വീടിൻ്റെ വഴിയൊക്കെ എത്താൻ ഇത് എൻ്റെ സ്കൂളിൽ പോകുന്ന വഴിയൊക്കെ എനിക്കിങ്ങനെ കാണുമ്പോൾ ഈ ലോറികൾ പണ്ടും ഇതേപോലെ നിർത്തിയിട്ട് ഇതേ വഴിയിലൂടെയൊക്കെ ആയിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ സ്കൂളിൻ്റെ മുൻവശം എത്താനായപ്പോൾ ഞാൻ വീടെത്തി. ഇതാണ് ഞങ്ങൾ സ്ഥിരം പോകുന്ന ഹോട്ടൽ. അങ്ങനെ നമ്മുടെ സ്കൂളിൻ്റെ ഫ്രണ്ട് എത്താനേ. ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ ഫ്രം LKG to +2. വാവ്, ആ ഒരു മെമ്മറി ഫുൾ എനിക്കിങ്ങനെ ആ ഒരു വഴി കൂടെ അങ്ങനെ അങ്ങ് പാസ് ചെയ്ത് പോയി. ഇത് ഇനി എൻ്റെ വീടെത്താനേ കേസ്. എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ. യെസ് ഗൈസ്, എനിക്കറിയില്ല എന്തോ എൻ്റെ നെഞ്ച് ഭയങ്കര നെഞ്ചിടിപ്പ് എന്നൊക്കെ പറയില്ലേ. ഞാനിങ്ങോട്ട് തിരിഞ്ഞ്
ഞാനെന്തോ തെറ്റ് ചെയ്തിട്ട് വീട്ടിൽ പോകുന്നു ഫീൽ എന്താ എനിക്കറിയില്ല. പക്ഷെ എന്തോ ഒരു ഇത് സർപ്രൈസ് ഇനി ചീത്ത പറയുമെന്നുള്ളതുകൊണ്ടായിരിക്കും ആ ഒരു പേടി തോന്നുന്നത്, അറിയില്ല. പക്ഷേ ഞങ്ങളങ്ങനെ എൻ്റെ വീടിൻ്റെ ഭാഗത്തോട്ട് എത്താനായി ഓൾമോസ്റ്റ്. അങ്ങനെ നമ്മൾ വഴിയിലെത്തി ഗൈസ്. യെസ്, എൻ്റെ വീട് ഇതാ അവിടെ നിന്ന് കാണുന്നതാണ് എൻ്റെ വീട്. ആരും അറിഞ്ഞില്ല, അച്ഛൻ മാത്രം വീട്ടിലുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അച്ഛൻ്റെ സർപ്രൈസ്. അച്ഛൻ വലുതായിട്ടൊന്നും ഞെട്ടുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, ബട്ട് എന്താണേലും അമ്മയും അമ്മൂമ്മയും ഞെട്ടുമെന്ന് എനിക്കറിയാം. സോ അച്ഛൻ ഉറക്കമായിരിക്കും. ഒന്നാമത്തെ അച്ഛന് വീസിങ് ഒക്കെ ഉള്ളത്, അപ്പോൾ ഉറക്കമായിരിക്കും. ബട്ട് ലെറ്റ്സ് സീ. നിൻ്റെ ഫോണിൽ നിന്ന് വിളിക്ക്, ഞാൻ നമ്പർ പറഞ്ഞുതരാം. പിരിവിന് വന്നതാ, ഡോർ അടച്ചിരിക്കുകയാണ്. പിരിവും കാര്യങ്ങളും എന്തൊക്കെയത് അച്ഛേ കഴിഞ്ഞു 28-ാം തീയതി കഴിഞ്ഞ്. അച്ഛൻ വലിയ സർപ്രൈസ് ആയില്ല, എനിക്കറിയായിരുന്നു. പക്ഷേ അച്ഛൻ പെട്ടെന്ന് എക്സാം കഴിഞ്ഞില്ലെന്നൊക്കെ വിചാരിച്ച് ഞാൻ എക്സാമിൻ്റെ ഇടയിൽ നിന്ന് വന്നാണോ എന്നൊക്കെ വിചാരിച്ചു. സോ ഗൈസ്, വലിയ റിയാക്ഷനൊന്നും ഉണ്ടായില്ല. പക്ഷേ അമ്മയും ആരും ഇല്ല. അപ്പം അവർ വരുമ്പോൾ നമുക്ക് ഞെട്ടിക്കാം. അപ്പോഴത്തേനും ഞാൻ കുളിച്ച് വൃത്തിയായിട്ടൊന്നും ഇരിക്കട്ടെ ഗൈസ്. അപ്പം ഞാൻ കുളിച്ച് വൃത്തിയായി എത്രയോ കാലത്തിന് ശേഷം വീട്ടിലത്തെ വെള്ളത്തിൽ നമ്മൾ കുളിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. ഓ മൈ ഗാഡ്, അത് വേറൊന്നിനും എനിക്ക് തരാൻ കഴിയൂല. അല്ല, ഐ മീൻ വേറൊന്നിനും തരാൻ കഴിയൂല നമുക്ക്. അപ്പം അവർ വരുന്നേ ഉള്ളൂ, നമുക്ക് താഴെ പോയി വെയിറ്റ് ചെയ്യാം ഗൈസ്. ആക്ച്വലി എൻ്റെ റൂമിൽ വന്ന് ഈ ബെഡും ഈ സ്ഥലവും ഒക്കെ കാണുമ്പോൾ കിട്ടുന്ന എൻ്റെ ഒരു മനസ്സുഖം ഉണ്ടല്ലോ. നിങ്ങൾ പോയി 10 മിനിറ്റ് കഴിഞ്ഞ് വന്നു. എങ്ങനെയുണ്ട് സർപ്രൈസ്? എങ്ങനെയുണ്ട് സർപ്രൈസ്? എങ്ങനെയുണ്ട് സർപ്രൈസ്? നന്നായിണ്ട്. ഗൈസ്, അപ്പൊ നമ്മുടെ മിഷൻ അക്കോംപ്ലിഷ്ഡ്. അപ്പം അവരെല്ലാവരും സർപ്രൈസ് ആയി ഗൈസ്. ഞെട്ടിപ്പോയി. അങ്ങനെ എപ്പോഴാണ് ഞാൻ ഗ്രൂപ്പിൽ പോലും ഞാൻ മെസ്സേജ് ഇട്ടത് ഞാൻ വീട്ടിലെത്തിയെന്ന്. അങ്ങനെ എൻ്റെ ചെറിയൊരു സർപ്രൈസ് വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളുടെ സർപ്രൈസ് വ്ളോഗ് ഈസ് ഡൺ. അപ്പം ഇനി ഫുള്ള് ഇൻറ്റേൺഷിപ്പാണ്. നാളെ ഒരു ദിവസം എനിക്ക് വീട്ടിൽ ഇരിക്കാൻ കിട്ടുന്ന ദിവസം. മറ്റന്നാൾ മുതൽ ഇൻറ്റേൺഷിപ്പ്, ചൂട്, ടാൻ, കരിവാളിക്കുക, ഇതാണ് എൻ്റെ ജീവിതം ഇനി ഒരു മാസത്തേക്ക്. പിന്നെ എനിക്ക് ഈ പ്രോഗ്രാംസ് അതെല്ലാം വരുന്നുണ്ട്. സോ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ പിന്നെ ഡോക്ടറെ അടുത്ത് കാണിക്കണം. എൻ്റെ മുട്ട്, കൈ എല്ലാം കുറേ ഇഞ്ചുറീസ് കൊണ്ടാണ് ഞാൻ വന്നത്. ഇതൊക്കെ കണ്ടോ? ഇതൊക്കെ എന്താണെന്ന് പോലും എനിക്കറിയില്ല. എങ്ങനെയാണ് ഈ നീലിച്ചിരിക്കുന്നതൊന്നും എനിക്കറിയില്ല. സോ വി ഹാവ് ടു ഗോ ടു ഹോസ്പിറ്റൽസ്, ചെക്കപ്പ് ഒക്കെ ചെയ്യണം. അങ്ങനെ അടുത്തൊരു ബ്ലോഗ് വരുന്നത് വരെ